മലപ്പുറം തിരൂർ അന്നാര പൂക്കൈത് റോഡിൽ വെള്ളക്കെട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് വലിയ വെള്ളക്കെട്ടുണ്ടായത്. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും കടന്നുപോകുന്നത് ഏറെ കഷ്ടപ്പെട്ടാണ്. നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, അത്രയും വലിയ മഴ അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി നല്ല ഗംഭീര വെള്ളക്കെട്ടാണല്ലോ നിഖിൽ. ഹാഷ്മി, ഇപ്പോൾ നമ്മളിവിടേക്ക് വരുമ്പോൾ ഈ അന്നാര പൂക്കൈത് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നോക്കൂ, ഇത് ഓവുചാലാണ്. അത് ഏതാണ്, റോഡ് ഏതാണ് എന്ന് മനസ്സിലാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ പ്രയാസത്തിലാണ് വാഹനയാത്രക്കാരൊക്കെ കടന്നു പോകുന്നത്. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ ഒരു റിബൺ കെട്ടിക്കൊണ്ട് ഇതിലൂടെ ഇനി വാഹനങ്ങൾ കടന്നു പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ ഇവിടെ ഇങ്ങനെ വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം രൂക്ഷമായിരിക്കും അതിൻ്റെ സാഹചര്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്തായാലും അത്യന്തം അപകടകരമാണ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നോക്കൂ, ഇതൊക്കെ റോഡാണ്, നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ റോഡാണ്. അല്പം ഇങ്ങോട്ട് കടന്നാൽ നല്ല ആഴമുള്ള കനാലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല, ഏതാണ്ട് ഇങ്ങോട്ട് കിലോമീറ്ററുകളായി, നമ്മളിപ്പോൾ വാഹനത്തിൽ കാറിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കാണുന്നത് കിലോമീറ്ററുകളായി ഇത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? ഇവിടുത്തെ ഈ തോടിന് ആദ്യം ഇതിനേക്കാൾ വീതി ഉണ്ടായിരുന്നു. പിന്നെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് മതിൽ കയറ്റിക്കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് തോടിൻ്റെ വലിപ്പം കുറയാനും, പിന്നെ ആദ്യകാലങ്ങളിൽ ഈ തോട് എല്ലാ വർഷവും കിളച്ച് ആവശ്യമായ ആഴം നിലനിർത്തിയിരുന്നു. പിന്നീട് സർക്കാർ ഇതിൻ്റെ സൈഡിലുള്ള കരിങ്കൽ മതിൽ കെട്ടിയതിന് ശേഷം അത് നിരോധിച്ചത് കാരണം പിന്നെ ഇടയിലുണ്ടാകുന്ന പാലങ്ങൾക്കൊക്കെ ഇടക്കെട്ടുകൾ കൂടി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ വന്ന് ചണ്ടികൾ തടഞ്ഞിട്ടും മറ്റ് മാലിന്യങ്ങൾ വന്ന് തടഞ്ഞിട്ടും വെള്ളം റോട്ടിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മഴ പെയ്തിട്ട് ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്, അത്ഭുതമായിട്ട് തോന്നുന്നു. ഇത് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. ഇത് പലതവണയായിട്ട് നമ്മൾ പഞ്ചായത്തിലൊക്കെ അവതരിപ്പിച്ചാണ് ഈ മണ്ണെടുത്തിട്ട് റോഡിൻ്റെ ആഴം കൂട്ടി വെക്കണം. അത് ആളുകൾ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റിബൺ കെട്ടിയാണ് ഇവിടെ നീന്തുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വിടുന്നില്ല അല്ലേ? അപ്പുറത്തേക്ക് വിടൂല. വിട്ടാൽ എന്താണെന്നറിയാം, നമ്മളെ ഈ ഭാഗത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയാണ്. ഈ വണ്ടി ബസ്സൊക്കെ അങ്ങനെ പോകുമ്പോഴേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപകടമാണല്ലേ? അപകടം തന്നെയാണ്. എൻ്റെ കടയാണ് അത് കാണുന്നത്. ആ കടയിൽ വന്ന് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സാധനം കണ്ടമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നു. കന്നുകാലിയെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര പ്രയാസം തന്നെ. കുട്ടികൾ ഇപ്പോൾ എത്രയൊന്ന് കുട്ടികൾ സ്കൂളിലൊന്നും പോയില്ലെന്ന് ഒക്കെ കണ്ടില്ലേ നിൽക്കുന്നത്. ആ അവസ്ഥയാണ് ഇപ്പോൾ. ഇത് ഒന്നാമത് ഈ ചോടിൻ്റെ പോരായ്മയാണ്. വെച്ചാൽ ചോടിലെ മണ്ണ് നിറഞ്ഞ് ചണ്ടിയും മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. ആ വെള്ളം കെട്ട് റോട്ടിലേക്ക് കയറുകയാണ്. റോഡേതാ തോടേതാ എന്നറിയാതെ കിടക്കുകയാണ്. അവിടെ ഒരു വലിയ തോടുണ്ട്, അല്ല വലിയ കനാല് പോലെ ഉണ്ട് അവിടെ സൈഡിൽ. എന്താണ് പറയാ, ആഴത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.